ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രമേഹം ഇന്ന് വളരെ സർവ്വവ്യാപകമാണ്. ഓരോ വീട്ടിലും, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ വീട്ടിലും ഒന്നോ രണ്ടോ പ്രമേഹ രോഗികൾ മിക്കവാറും ഉണ്ടാവും. അത്തരം ആളുകൾക്ക് ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും പല രീതിയിൽ ബാധിക്കുന്നതും കാണാറുണ്ട്. ചില ആൾക്ക് കിഡ്നിയെ ബാധിക്കാറുണ്ട്, ചിലർക്ക് അത് ആദ്യം കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിക്കാറുണ്ട്, ചില ആൾക്ക് ഹാർട്ടിനെ ബാധിക്കും, ചില ആൾക്ക് കൈകാലിലെ ഞരമ്പുകളെ ബാധിച്ച് കൈകാൽ കടച്ചിൽ, വേദന, തരിപ്പ് അങ്ങനത്തെ പ്രയാസം ഉണ്ടാകും. ചില ആൾക്ക് അത് തലച്ചോറിലേക്ക് രക്തക്കുഴലിനെ ബാധിച്ച് സ്ട്രോക്ക് വരാറുണ്ട്. അങ്ങനെ പല രീതിയിലും പല അവയവങ്ങളെയും ബാധിക്കാറുണ്ട്. ചിലർക്ക് ഒന്നിച്ച് പണിമുടക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആ രീതിയിൽ വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു അസുഖം തന്നെയാണ് പ്രമേഹം എന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് നന്നായിട്ട് ഭക്ഷണ ക്രമീകരണം, എക്സസൈസും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാനും കഴിയുന്നൊരു അസുഖമാണ്. സാധാരണ പറയാറുള്ളത്, പ്രമേഹത്തെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ പ്രമേഹം നമ്മെ നിയന്ത്രിക്കും എന്നുള്ളതാണ്. അപ്പോൾ കണ്ണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എന്നാണോ പ്രമേഹം ഉണ്ട് എന്ന് മനസ്സിലാകുന്നത് അന്ന് മുതൽ ഓരോ വർഷവും നമ്മൾ കണ്ണിൻ്റെ ഞരമ്പ് നോക്കണമെന്ന് പറയാറുണ്ട്. ഡയബറ്റീസ് അതിന് 2 ടൈപ്പാണ് പറയാറുള്ളത്, ടൈപ്പ് 1, ടൈപ്പ് 2. ചെറുപ്പക്കാലം 20 വയസ്സിന് മുമ്പൊക്കെ ഉണ്ടാകുന്ന ഡയബറ്റീസിന് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയും. അത്ര ആൾ എപ്പോഴാണോ ഉണ്ടാകുന്നത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വർഷം ചെയ്താൽ മതി. നേരത്തെ ഒരു 30 വയസ്സിന് ശേഷം ഉണ്ടാകുന്നത് മിക്കവാറും ടൈപ്പ് 2 ഡയബറ്റീസ് ആയിരിക്കും. അത്തരം ആൾക്ക് ലക്ഷണങ്ങൾ കുറവായിരിക്കും. വേറെ എന്തെങ്കിലും അസുഖം കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ കാണുന്നതാണ് ഷുഗർ കൂടുതലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കൂടുതലായ അവസ്ഥ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അപ്പോൾ തന്നെ കണ്ണിന് ഞരമ്പ് നോക്കണം എന്ന് പറയുന്നത്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ആൾക്ക് കണ്ണിന് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാഴ്ച തകരാറുണ്ടാവില്ല, വേദന, തടച്ചിൽ, കടച്ചിൽ, എരിച്ചിൽ അങ്ങനത്തെ പ്രയാസം ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ കാഴ്ച നോക്കുമ്പോൾ, ഓരോ കണ്ണ് അടച്ച് നോക്കുമ്പോൾ ഫുൾ വിഷൻ ഉണ്ടാവും, അടുത്തുള്ള കാഴ്ചയും അവർക്ക് ഫുൾ ഉണ്ടാവും. ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ഒരു മൊത്തത്തിലുള്ള കാഴ്ച അതും നന്നായിട്ടുണ്ടാവും. കളർ വിഷൻ അതും നോർമലായിരിക്കും. ബട്ട് ചെറിയ രീതിയിലുള്ള കണ്ണിൻ്റെ ഞരമ്പിന് ഈ ഒരു പ്രമേഹം ബാധിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ് നമ്മളതിനെ പറയാറുള്ളത്. അപ്പോൾ അത്തരം തകരാറ് ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ നമ്മൾ കാഴ്ച നോക്കിക്കൊണ്ട് കാര്യമില്ല. കണ്ണിൽ മരുന്ന് ഒഴിച്ച് അല്പസമയം കണ്ണടച്ചിരുന്നതിന് ശേഷം ഉള്ള ഡയലേറ്റഡ് ഇൻഡയറക്റ്റ് ഒഫ്താൽമോസ്കോപ്പി, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലാമ്പ് ബയോമൈക്രോസ്കോപ്പി എന്ന് പറയുന്ന കണ്ണിൻ്റെ റെറ്റിനെ വിശദമായിട്ട് നോക്കുന്ന ഒരു ടെസ്റ്റിന് വിധേയമാകുക മാത്രമാണ് ഈ ഒരു കാഴ്ച തകരാറ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കണ്ണിന് ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള മാർഗ്ഗം. ഇന്ന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയപ്പോൾ നമുക്ക് ഫണ്ടസ് ക്യാമറ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഫോട്ടോ എടുക്കുന്നൊരു ഏർപ്പാടുണ്ട്. അത് മിക്കവാറും പല ഗവൺമെൻറ് ആശുപത്രികളിൽ വരെ, ഈ ഹെൽത്ത് സെൻ്ററുകളിൽ വരെ അത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത്തരം സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, പലപ്പോഴും ആളുകൾക്ക് കാഴ്ച തകരാറ് ഉണ്ടായതിന് ശേഷം മാത്രമാണ് കണ്ണിൻ്റെ ചെക്കപ്പിന് വേണ്ടി അവർ ആലോചിക്കാറുള്ളത്. പലപ്പോഴും ഡോക്ടർമാരും അങ്ങനെയാണ് നിർദ്ദേശിക്കാറുള്ളത്. നേരെ മറിച്ച് പ്രമേഹം ഉള്ള ആളുകളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ വർഷവും കണ്ണിന് ഞരമ്പിന് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കാഴ്ച ഞരമ്പിൻ്റെ വിശദാംശങ്ങൾ ടെസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് കാഴ്ച നോക്കിക്കൊണ്ട് മാത്രം കാര്യമില്ല, ഒരു കണ്ണ് ഡോക്ടറെ കണ്ടിട്ട് അത് ടെസ്റ്റ് ചെയ്യുക തന്നെ വേണം. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്കറിയാം കണ്ണിന് ഞരമ്പിലേക്ക് വരുന്ന രക്തക്കുഴലിനെ ബാധിക്കുമ്പോഴാണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകുന്നത്. ആ രക്തക്കുഴലിനെ ബാധിച്ച് കണ്ണിലെ ഞരമ്പിലേക്കുള്ള റെറ്റിനേക്കുള്ള രക്തഓട്ടം കുറയുന്നു. അതുമൂലം 2-3 കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ഒന്ന്, പുതുതായിട്ട് രക്തക്കുഴലുണ്ടായിട്ട് അവിടെ ബ്ലീഡിങ് ഉണ്ടായിട്ട് കാഴ്ച പൂർണ്ണമായിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടായേക്കാം. രണ്ടാമത്തേത്, കണ്ണിലെ ഞരമ്പിൻ്റെ മർമ്മസ്ഥാനത്തേക്ക് നീർക്കെട്ട് വന്നിട്ട് അത് കാരണം കാഴ്ച കുറയുന്ന അവസ്ഥ ഉണ്ടാവാം. ഈ 2 തകരാറുകളും അത്യാവശ്യം നല്ല അഡ്വാൻസ്ഡ് ആയ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കാഴ്ച കുറവായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ചും 2 കണ്ണിന് ബാധിക്കുമ്പോഴേ നമ്മൾ ചിലപ്പോഴും അറിയുള്ളൂ. ഒരു കണ്ണിന് ബാധിക്കും നമ്മൾ അറിയാതെ പോകുന്നു. അതുകൊണ്ട് അത്തരം അവസ്ഥകൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പൂർണ്ണമായിട്ട് അന്ധത വരുന്ന അവസ്ഥയിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ കഴിയും. ആ രീതിയിൽ നമ്മളൊരു ഉത്ബോധപരാകുക, നമ്മുടെ പരിചയത്തിലുള്ള പ്രമേഹ രോഗികൾക്ക് ഈ അറിവെത്തിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ.